നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ജയിപ്പിച്ചു വിട്ട നമ്മുടെ ജനപ്രതിനിധികൾ നമ്മൾക്ക് വേണ്ടി എന്തു ചെയ്തു? സൗജന്യമായി കിട്ടുന്ന റേഷനരി മേടിക്കാൻ 150 രൂപ ഓട്ടോറിക്ഷ കാശ് കൊടുത്ത് പോകുന്ന അമ്മമാരോടാണ് എന്റെ ചോദ്യം. അല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ലേ? സൗജന്യമായി കിട്ടുന്ന റേഷനരി വാങ്ങാൻ 150 രൂപ ഓട്ടോറിക്ഷ കാശ് കൊടുത്ത് നിങ്ങൾ പോകുന്നു. ആരുടെ കുറ്റം? നമ്മൾ ജയിപ്പിച്ചു വിട്ട നമ്മുടെ MLA-മാരും നമ്മുടെ MP-മാരും നമുക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് നമ്മുടെ ഈ അവസ്ഥ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വലിയ സമരമാണ് ഇന്ന് നമ്മുടെ വേളാങ്കണ്ണി അമ്മയുടെ മുറ്റത്ത് നടക്കുന്ന മുനമ്പം സമരം. ഞാൻ എല്ലാവരോടും പറയുന്നത്, മുനമ്പം സമരം മുനമ്പത്തിന് വേണ്ടി മാത്രമുള്ള സമരമല്ല. മുനമ്പ സമരം എന്നത് മുനമ്പത്തിന് വേണ്ടി മാത്രമുള്ള സമരമല്ല, ഭാരതത്തിന് വേണ്ടിയുള്ള സമരമാണ്. അതിന് സർക്കാർ എന്ത് കൊണ്ടുവന്നാലും, അതായത് നമുക്കറിയാം, നമുക്ക് പകരം വേറെ ഭൂമി എവിടെ കൊടുക്കാമെന്ന് പറഞ്ഞാലും അതിന് പുറകെ ഒരു മുനമ്പം ജനതയും പോകരുത്. കാരണം മുനമ്പം തോറ്റാൽ ഭാരതം തോക്കും. അതുകൊണ്ട് ഒരു സെറ്റിൽമെന്റിനും നമ്മൾ നിൽക്കില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു തന്നെ പറയണം, ആരോടായാലും. രണ്ടാമത്തെ കാര്യം, കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, പല്ലും നഖവും ഉപയോഗിച്ച് നമ്മൾക്ക് വേണ്ടിയിട്ട് അയാൾ എന്തൊക്കെയോ ചെയ്യുമെന്ന്. പാർലമെന്റിൽ ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ വന്നാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അതിൽ കിടപ്പുണ്ട് എന്ന് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അറിയും. സ്റ്റാലിൻ സാർ വിട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ നോക്കുക. പാർലമെന്റിൽ ആ നിയമ ഭേദഗതി ബിൽ വന്നാൽ മുനമ്പം ജനത എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രത്യാശിക്കേണ്ടതും നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടതും പാർലമെന്റിൽ പാസ്സാകാൻ പോകുന്ന ബില്ലിലാണ്. പാർലമെന്റിൽ പാസ്സാകാൻ പോകുന്ന ബില്ലിനെതിരെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയായ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിരിക്കുന്നത് പല്ലും നഖവും ഉപയോഗിക്കുമെന്ന്. ആ പല്ല് നമ്മൾ കൊഴിക്കണം, ആ നഖം നമ്മൾ കൊഴിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇന്ന് കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ ഒരു MP ആണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വേദനകളും സങ്കടങ്ങളും കേരളം ഒട്ടാകെ അത് അവരുടെ സങ്കടങ്ങളാക്കി മാറ്റിയപ്പോൾ നമ്മൾക്കെതിരെ അങ്ങേര് ഉപയോഗിച്ച ആ വാക്കുകൾ ഇനി അങ്ങേരുടെ കൈ, കൊടിക്കുന്നിൽ സുരേഷിന്റെ കൈ പാർലമെന്റ് നിയമ ഭേദഗതി ബില്ലിനെതിരെ പൊങ്ങിയാൽ നമ്മൾ തീരുമാനിക്കണം, ഡൽഹി കേരളത്തിൽ ആവർത്തിക്കപ്പെടണോ വേണ്ടയോ എന്ന്. നമുക്കറിയാം, ഡൽഹിയിൽ 0 ആയിരുന്നു. ആ 0 കേരളത്തിൽ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ജനപ്രതിനിധികളാണ്, പ്രതിനിധികളല്ല. നമ്മൾ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനപ്രതിനിധികൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുമ്പോൾ, നമ്മളെ പൊട്ടന്മാരായി മാറ്റുമ്പോൾ, നമ്മുടെ ഈ വിരൽത്തുമ്പിലെ അധികാരം എന്താണെന്ന് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷന് വരെ നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ജനങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ആ അധികാരത്തിന്റെ മുദ്രയിലായിരിക്കണം ഇനി ഓരോ രാഷ്ട്രീയ പാർട്ടികളും നീങ്ങുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നിൽ വിട്ടുകളാകാൻ ഇനി ഒരു ജനങ്ങളും നിന്നുകൊടുക്കരുത്. നമ്മുടെ കൂടെ ആര് നിൽക്കുന്നോ അവരുടെ കൂടെ നമ്മൾ നിൽക്കും. നമ്മളെ ആരവഗണിച്ചോ അവരെ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനിൽ വരെ അവഗണിച്ചിരിക്കുമെന്ന് നമ്മുടെ ഈ ഭുവനേശ്വരി അമ്മയുടെ മുറ്റത്ത് നിന്ന് നമ്മൾ തീരുമാനമെടുക്കണം. ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നമ്മുടെ ഇന്ത്യയിലെ ഓരോ നമ്മളെ പോലെ വഖഫിന്റെ പ്രശ്നം അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മളുടെ തീരുമാനം. നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ വേണ്ടെന്ന് വെക്കേണ്ടി വന്നാൽ വേണ്ടെന്ന് വെക്കണം. നമ്മുടെ കൂടെ നിൽക്കുന്ന ആരാണോ അവരുടെ കൂടെ നമ്മൾ ചേർന്ന് നിൽക്കണം. ആ സമയത്ത് നമ്മൾ വേണമെങ്കിൽ അവർ പറയും. എന്നോട് കഴിഞ്ഞ ദിവസം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, മുനമ്പം ജനത BJP-യുടെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന പശുക്കളാണെന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ നോക്കി ഞാൻ പറഞ്ഞു, BJP-യുടെ തൊഴുത്തിൽ കെട്ടിയ പശുക്കളായി നിൽക്കാനാണ് ഞങ്ങളുടെ വിധിയെങ്കിൽ അവർ ഞങ്ങൾക്ക് പാർലമെന്റിൽ ഈ അമെന്റ്മെന്റ് ബിൽ പാസ്സാക്കി തരുമെങ്കിൽ, മുനമ്പം ജനത രക്ഷപ്പെടുമെങ്കിൽ, ഇന്ത്യ രക്ഷപ്പെടുമെങ്കിൽ BJP-ക്ക് കൂടെ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞത് എന്റെ ഒരു നിങ്ങൾ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വെച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കണ്ട. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയാലും നിങ്ങൾ കോൺഗ്രസ് ആയാലും മറ്റുള്ളവർ BJP ആയാലും ഇന്ത്യയെ രക്ഷിക്കാൻ ആര് വരുന്നുവോ, മുനമ്പത്തേല ഇന്ത്യയെ രക്ഷിക്കാൻ ആര് വരുന്നുവോ അവരുടെ കൂടെ നിങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. നമ്മുടെ വിരൽത്തുമ്പിലെ അധികാരം ആർക്ക് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഒരു പാർട്ടിയും നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ല. നമ്മുടെ കൂടെ ആരുണ്ടെന്നുള്ളത് നമുക്ക് ഈ ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അത് നിങ്ങൾ ഉപയോഗിക്കുക.